അടുത്തതായി റിസോഴ്സ് ഷെയറിങ്ങിനെ കുറിച്ച് നമുക്ക് എന്താണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. സോഫ്റ്റ്വെയർ മാത്രമല്ല ഹാർഡ്വെയറിനെയും നമുക്ക് ഇതുപോലെ തന്നെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നു നെറ്റ്വർക്കിലൂടെ. അപ്പോൾ എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രിൻ്റർ, സ്കാനർ, അതുപോലെ അത്യാവശ്യമായിട്ടുള്ള DVD അതുപോലുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതുപോലെ ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ള സിസ്റ്റത്തിലേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ള സിസ്റ്റത്തിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ, അതുപോലെ ആൻറ്റി വൈറസ് ടൂൾസ്, ഇതും നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും കമ്പനീസ് അല്ലെങ്കിൽ ബാങ്ക് അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇതുപോലുള്ള എല്ലാ സോഫ്റ്റ്വെയർസും അതുപോലെ ഹാർഡ്വെയർസും നെറ്റ്വർക്ക് ചെയ്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യണത്. കാരണം അവർക്ക് ഇത്രയും അധികം സിസ്റ്റംസും ഉണ്ടാവും. ആ സിസ്റ്റംസിലേക്കൊക്കെ ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒറിജിനലി വാങ്ങി കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അഫെയർ ആണ്. അപ്പോൾ അത് ആവശ്യമില്ല. പകരം അവരിപ്പോൾ ആൻറ്റി വൈറസ് ഒരു സിസ്റ്റത്തിൽ ഇട്ടിട്ട് അതിനെ അവർക്ക് വേണമെങ്കിൽ മറ്റുള്ള സിസ്റ്റംസ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അത് കുറച്ചും കൂടി കോസ്റ്റ് സേവിങ് ആണ്. അതുമാത്രമല്ല കുറച്ചും കൂടിയും നല്ല രീതിയിൽ അവർക്ക് അതിനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആക്കി മാറ്റാനും സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോഴ്സ് ഷെയറിംഗ് നെറ്റ്വർക്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസായി തന്നെ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാർഡ്വെയർ മാത്രമല്ല ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, അതായത് ഇപ്പോൾ ബാങ്കിങ് മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടാവും. ആ സോഫ്റ്റ്വെയർ തന്നെ എല്ലാ സിസ്റ്റത്തിലും കോപ്പി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും പിന്നെ അതുപോലെ ആൻറ്റി വൈറസ് ടൂൾസ്, നമുക്കിപ്പോൾ ആൻറ്റി വൈറസ് ഒക്കെ നമ്മളെപ്പോഴും ഒറിജിനൽ ആണ് ഇടുക. കാരണം ഇല്ലെങ്കിൽ എപ്പോഴും നെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം കറപ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആൻറ്റി വൈറസ് ടൂൾസ് ഒക്കെ ഇതേപോലെ നമുക്ക് ഒറിജിനൽ വേർഷനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇതുപോലെ അത് ഷെയർ ചെയ്യാനും കോപ്പി ചെയ്ത് ഉപയോഗിക്കാനും ഒക്കെ പറ്റുകയാണെങ്കിൽ, നെറ്റ്വർക്കിലൂടെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരമാണ്. നെക്സ്റ്റ് കൊളാബറേറ്റീവ് യൂസർ ഇന്ററാക്ഷനെ കുറിച്ചാണ് അടുത്തത്. എന്താണ് ഈ കൊളാബറേറ്റീവ് യൂസർ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലാസ്സിലത്തെ കുട്ടികളുടെ മുഴുവൻ മാർക്ക് സാധാരണ എല്ലാ സബ്ജക്ട്സ് ടീച്ചേഴ്സും അവർ എക്സാം എടുത്തു കഴിയുമ്പോൾ അവരുടേതായ മാർക്കുകളെല്ലാം അവരൊരു ഫയലിനകത്ത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ അവർ ഇതെല്ലാം എന്ത് ചെയ്യണു? ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ക്ലാസ് ടീച്ചർ എല്ലാ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇത് കളക്ട് ചെയ്തിട്ട് അത് ഒരുമിച്ചാക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക ക്ലാസ് ടീച്ചർ. ഇനി അത് കഴിഞ്ഞ് അത് സ്കൂളിലെ അതോറിറ്റീസിന് അയച്ചു കൊടുക്കണമെങ്കിൽ അത് കഴിഞ്ഞ് അത് ക്ലാസ് ടീച്ചറിൽ നിന്നും അതോറിറ്റീസിലേക്കും നമുക്ക് കൈമാറാം. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യൂസർ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ, ഒരു കണക്ഷൻ നമുക്കിവിടെ പറ്റുന്നുണ്ട്. ഈവൻ അത് മാത്രമല്ല, ഇതുപോലെ നമ്മളിപ്പോൾ കമ്പനീസ്, ബാങ്ക്സ്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും പറയുകയാണെങ്കിൽ അവരും ഇതുപോലെ ഡെയിലി ഉണ്ടാകുന്നതായ ട്രാൻസാക്ഷൻസ്, ബാങ്കിലൊക്കെ ആകുമ്പോൾ ഡെയിലി ഡെപ്പോസിറ്റ്, വിഡ്രോ ചെയ്യൽ, അതുപോലെ ചെക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ അവരവരുടെ സിസ്റ്റത്തിൽ ഡെയിലി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതെല്ലാം ഒരു മാസ്റ്റർ സിസ്റ്റം ആയിട്ടുള്ള ഒരു സെർവർ എന്ന് പറയാം, അതിലേക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അവർ സേവ് ചെയ്ത് പെർമനന്റ്ലി അത് അവിടെ സ്റ്റോർഡ് ആക്കി വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ? കാരണം നമ്മളുടെ മറ്റുള്ള എല്ലാ സിസ്റ്റംസും ക്ലയന്റ് എന്നാണ് പറയുക. ആ സിസ്റ്റത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ഈ സെർവറിലുള്ള ഇൻഫർമേഷൻസ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് റെഫർ ചെയ്യാനും നമുക്ക് അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ നടത്താനും പറ്റുന്നുണ്ട്. അപ്പം അതാണ് നമ്മളിവിടെ കൊളാബറേറ്റീവ് യൂസർ ഇന്ററാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ബാങ്കിലൊക്കെ ആണെങ്കിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ 1 month ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരതെല്ലാം ബാക്കപ്പ് ചെയ്ത് എടുത്തു വെക്കും. കാരണം മെമ്മറി ഫ്രീ ആവണം. അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നമുക്കിപ്പോൾ മെമ്മറി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇൻക്രീസ് ചെയ്യാൻ എളുപ്പമല്ല. സിസ്റ്റത്തിന്റെ പെർഫോമൻസും ഒക്കെ ബാധിക്കും, പിന്നെ സ്ലോ ആവാൻ തുടങ്ങും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ബാക്കപ്പ് ചെയ്ത് എടുത്തു വെക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ വീണ്ടും അതെടുത്തിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഇൻക്രീസ്ഡ് സ്റ്റോറേജ് ആണ്. നമുക്ക് ഈ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ സ്റ്റോറേജ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ പിന്നെയും സ്റ്റോർ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെമ്മറി നമുക്ക് അവൈലബിൾ ആവുന്നു. എന്ന് മാത്രമല്ല ചില സമയത്ത് നമ്മുടെ മെമ്മറി
പോരാ, ഇൻസഫിഷ്യൻറ്റ് സ്റ്റോറേജ് ആയി മാറുന്ന സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോപ്പി ചെയ്ത് വേറെ ഏതെങ്കിലും ലൊക്കേഷൻസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ വേറെ ഫോൾഡറിലേക്കോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നതിനെ തൽക്കാലം കോപ്പി ചെയ്ത ശേഷം ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഡിലീറ്റ് ചെയ്യുക. കാരണം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ എടുത്ത് നോക്കാനായിട്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കോപ്പി ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്താലും ആ കോപ്പി ചെയ്തത് USB-യിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതും നമുക്ക് മറ്റൊരു ഗുണമാണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് സ്റ്റോറേജിൽ പറയാനുള്ളത്, ഇപ്പോൾ സപ്പോസ് ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിട്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ എങ്ങാനും എന്തെങ്കിലും കാരണവശാൽ ആ സിസ്റ്റത്തിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് ഡിലീറ്റഡ് ആയി പോയാൽ പിന്നെ നമ്മുടെ കയ്യിൽ ആ സാധനം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് ആ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിലും അത് കോപ്പി ചെയ്തിട്ട് വേറൊരു സിസ്റ്റത്തിലേക്കും കൂടി അതിനെ പ്ലേസ് ചെയ്ത് വെക്കുക. കാരണം ഈ സിസ്റ്റത്തിൽ നിന്ന് അത് ഡിലീറ്റ് ആയി പോയാലും മറ്റേ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് നമുക്ക് എന്തായാലും അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതെടുത്ത് നോക്കാനും അതുപോലെ നമുക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ഇൻക്രീസ്ഡ് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അതിനെ കോപ്പി ചെയ്തിട്ട് വേറൊരു സ്ഥലത്തും കൂടിയും പേസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അല്ല, ഡിലീറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രമേ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം പിന്നീട് നമ്മുടെ ആ ഡാറ്റ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇൻക്രീസ്ഡ് സ്റ്റോറേജ് നമുക്ക് വളരെ അഡ്വാൻറ്റേജസ് ആണ്. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനെ കോപ്പി ചെയ്ത് എടുത്തു വെച്ചിട്ട് പിന്നീട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അത് ആ വേറെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ പോയിട്ട് നമുക്ക് നോക്കിയിട്ട് ആ സാധനത്തെ വീണ്ടും ഇതുപോലെ കോപ്പി ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്, നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നില്ല, ലാബിലൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ സിസ്റ്റത്തിൽ ഉള്ളത് ഏതാണോ അത് ഓൾറെഡി ആ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്തുള്ള സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് എന്താണ് എന്നുള്ളത് നമുക്ക് അതിലൂടെ കാണാനും അതിലിരുന്ന് മോഡിഫിക്കേഷൻസ് നടത്താനും സാധിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ കുറച്ചും കൂടിയും സേഫർ സൈഡായിട്ട് നീങ്ങുന്നതാണ് നല്ലത്. ഏതൊരു സാധനം നമ്മളൊരു സിസ്റ്റത്തിൽ കോപ്പി ചെയ്തിടുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു കോപ്പി അതിന്റെ അടുത്തുള്ള ഒരു സിസ്റ്റത്തിലേക്കും കൂടി കോപ്പി ചെയ്തിടാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് ഇത് ഡിലീറ്റ് ആയി പോയാലും അടുത്ത സിസ്റ്റത്തിൽ ഉണ്ട് എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇൻക്രീസ്ഡ് സ്റ്റോറേജ് എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്.